നമസ്കാരം, ഏവർക്കും സ്റ്റോറി ടെൽ അവതരിപ്പിക്കുന്ന പുസ്തക പേച്ച് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എന്റെ പേര് ദീപ എന്നാണ്, ദീപ ആന്റണി. കുറച്ചു പേർക്കൊക്കെ എങ്കിലും ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും ഒക്കെ എന്റെ പരിചയം ഉണ്ടാവും. അല്ലാത്ത കുറച്ചു പേർക്ക് ഒരുപക്ഷെ ഞാൻ പുസ്തകങ്ങളെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ നിരൂപണങ്ങൾ നടത്തുന്നത്, പത്രത്തിൽ എഴുതുന്നത് വായിച്ചിട്ട് പരിചയമുള്ളവരുണ്ടാവും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല അവസരമാണ് എന്നെ പരിചയപ്പെടാൻ എനിക്ക് നിങ്ങളെയും. എന്തായാലും സ്റ്റോറി ടെൽ അവതരിപ്പിക്കുന്ന പുസ്തക പേച്ച് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന്. ആദ്യം സ്റ്റോറി ടെൽ എന്താണെന്ന് 2 വാചകം പറയാല്ലേ. ഓഡിയോ ബുക്സ് എല്ലാവർക്കും പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതൊരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. ധാരാളം മലയാളം കഥകൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ കേട്ടറിയാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അതായത് പുസ്തകം വായിക്കാൻ സമയമില്ലാത്തവർക്ക് വലിയ സഹായമാകുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസ് ആണിത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ചിട്ടില്ലാത്തവരൊന്ന് പരീക്ഷിച്ചു നോക്കൂ. 14 ദിവസം ഫ്രീ ട്രയലും ഉണ്ട്. ഓക്കെ, സോ ഈ പുസ്തക പേച്ച് എന്ന് പറയുന്ന പോഡ്കാസ്റ്റിലൂടെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, പുസ്തകങ്ങൾ തന്നെയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. പുസ്തകങ്ങളായിരിക്കും. പക്ഷെ ഇതിലൂടെ നമ്മൾ പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടും, പുസ്തക നിരൂപണങ്ങൾ ഉണ്ടാവും, പിന്നെ എഴുത്തുകാരെ പരിചയപ്പെടാനുള്ള ഒരു വേദിയുമാവാം. ഇഷ്ടംപോലെ അവരുമായി നമുക്ക് സംസാരിക്കാം, അവർക്ക് പറയാനുള്ളത് കേൾക്കാം. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിട്ടാണ് ഇത് നമ്മൾ തുടങ്ങുന്നത്. സോ സ്റ്റോറി ടെൽ അവതരിപ്പിക്കുന്ന പുസ്തക പേച്ച് എന്ന പോഡ്കാസ്റ്റിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. സാധാരണഗതിക്ക് നമ്മൾ പുസ്തകങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. പുസ്തകങ്ങളാണ് നമ്മുടെ ഒരു മെയിൻ ഫീച്ചർ എന്നുണ്ടെങ്കിലും പലപ്പോഴും പറയാറുണ്ട് പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതിച്ഛായയാണ്, റിഫ്ലക്ഷൻ ആണെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാതെ പുസ്തകങ്ങളെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ശരിക്കും കൊറോണയാണ്, അല്ലെങ്കിൽ COVID-19, അതിനെ സംബന്ധിച്ചുണ്ടാവുന്ന ലോക്ക്ഡൌൺ, അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് അതിനായി നമ്മുടെ കൂടെ നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇത്ര വലിയ കാര്യമായിട്ട് പറയുമ്പോൾ ഇതൊരു സ്റ്റുഡിയോയിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സെറ്റപ്പ് അല്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ തന്നെ ആചരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ അവരവരുടെ വീട്ടിൽ സേഫ് ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ തോമസ് രഞ്ജിത്ത്. പലർക്കും ഇദ്ദേഹത്തെ അറിയായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബ്ലോഗുകൾ വായിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സരസമായ വീഡിയോസ് കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഫേസ്ബുക്കിൽ. മെഡി വഴിപാട് എന്ന ബ്ലോഗിലൂടെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഡോക്ടറാണ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ. സ്വന്തമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്? ഓക്കെ, എന്റെ പേര് ഡോക്ടർ തോമസ് രഞ്ജിത്ത്. ഞാൻ പീഡിയാട്രീഷ്യൻ ആണ്, നിയോനേറ്റോളജിസ്റ്റ് ആണ്. ഇവിടെ സൈമർ കൊച്ചിൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എടപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്നു. 8-10 വർഷമായി അവിടെ തന്നെയാണ് ഉള്ളത്. റൈറ്റ്. അപ്പോ ശരിക്കും എനിക്ക് ഡോക്ടറെ പക്ഷെ അറിയുന്നത് ഈ മെഡി വഴിപാട് എന്ന് പറയുന്ന ബ്ലോഗിലൂടെയാണ്. നന്നായിട്ട് എഴുതുകയും നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ചുള്ളൻ ഡോക്ടർ. എങ്ങനെ? Sample complete. Ready to continue?